നമ്മൾ പലപ്പോഴൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടും നല്ല ഭംഗിയുള്ള ഫാബ്രിക് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ആ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഭംഗി കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചു. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ യു. ഒരു തുണി എടുക്കുന്ന പോലെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ലൈനിങ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഫാബ്രിക് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിൽ ലൈനിങ്ങും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ കോട്ടൺ ഫാബ്രിക് യൂസ് ചെയ്യുകയാണ്. നമ്മളൊരു കോട്ടൺ ഫാബ്രിക് എടുത്തിരിക്കുന്നെങ്കിൽ കോട്ടന്റെ നല്ല ക്വാളിറ്റി, ഏറ്റവും ബേസ് ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റി ലൈനിങ് തന്നെ ഇട്ടിട്ട്, അതായത് ഷ്രിങ്ക് ആവില്ല എന്ന് ഉറപ്പുള്ള ഫാബ്രിക് അവരുടെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങി അത് തന്നെ ഇട്ടിട്ട് തയ്ക്കുക. ഇനി നിങ്ങളൊരു ജോർജറ്റ് ഷിഫോൺ പോലത്തെ തുണികളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രേപ്പ് ലൈനിങ്, ഒരിക്കലും അത് കോട്ടൺ ലൈനിങ് കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സമ്മറാണ് വേർക്കും എന്ന് പറഞ്ഞ് കോട്ടൺ ലൈനിങ് ഇട്ട് ഒരു ജോർജറ്റോ ഒരു ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്സ് സ്റ്റിച്ച് ചെയ്യുകയേ ചെയ്യരുത്. ക്രേപ്പ് ലൈനിങ് മാത്രം ഇതുപോലെയുള്ള ഇതിനെ യൂസ് ചെയ്യും. ഇനി നമ്മൾ ഓർഗൻസ പോലെ, അതായത് സെമി ട്രാൻസ്പെറന്റോ ആയിട്ടുള്ള തുണികൾ യൂസ് ചെയ്യുന്ന സമയത്ത് സാറ്റിൻ ലൈനിങ് യൂസ് ചെയ്യുക. അത് മേളത്തെ ഫാബ്രിക്കിന്റെ ട്രാൻസ്പെറന്റ് ആകുമ്പോൾ അതിന്റെ ഭംഗി എൻഹാൻസ് ചെയ്യുന്ന ഫാബ്രിക് വേണം താഴെ യൂസ് ചെയ്യാൻ. സാറ്റിൻ അതിന് പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. അല്ല, സാറ്റിന് ഒരു ഷൈനിങ് ഉണ്ട്. അപ്പൊ ഷൈനിങ് വേണ്ടാത്തവര് സാൻറ്റൂണിന്റെ ഫാബ്രിക് യൂസ് ചെയ്യുക. സാൻറ്റൂൺ ഫാബ്രിക് എന്ന് പറയുന്നത് സാറ്റിൻ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്, പക്ഷെ സാറ്റിന്റെ അത്രയും ഷൈനിങ് ഇല്ലാത്ത ആ ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റു ചില ഫാബ്രിക്സ് ഉണ്ട്, അതായത് ചില ഓർഗൻസ ഫാബ്രിക്സ്, പിന്നെ ചില ഫാബ്രിക്സ് നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ ഫാബ്രിക്സ് ഉണ്ട്. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് വെച്ച് എങ്ങനത്തെ ലൈനിങ് വെച്ചടിച്ചാലും സെറ്റ് ആവില്ല. സോ അതിന് നമ്മൾ ചെയ്യുക, ലൈനിങ് കൊണ്ട് നമ്മൾ ഇന്നർ അടിക്കുക, എന്നിട്ട് ഈ ഫാബ്രിക് നമ്മൾ പുറത്ത് യൂസ് ചെയ്യുക. ഇനി ഫാബ്രിക്കിന്റെ ലൈനിങ്ങിന്റെ കളേഴ്സ്, അതായത് ലൈറ്റ് ഫാബ്രിക്, ട്രാൻസ്പെറന്റ് ഫാബ്രിക്സിന്റെ കളേഴ്സ് ചൂസ് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ.